ലോകത്തുള്ള മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. മെയ്ത്തികൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്നു. മെയ്ത്തികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായ കേന്ദ്ര ഗവൺമെന്റിന്റെ അയച്ച മിലിറ്ററി ക്യാമ്പ് ആക്രമിക്കുന്നു. മെയ്ത്തികൾ മിലിറ്ററിയെ ആക്രമിച്ച് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്നു. മെയ്ത്തികൾ, നോട്ട് കുക്കീസ്. അപ്പോ ഇതെല്ലാം വാസ്തവമാണെന്ന് എനിക്ക് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് അപ്പോൾ തന്നെ തെളിയിക്കപ്പെട്ടില്ലേ? അതുകൊണ്ട് വീണ്ടും ഈ പഴയ പാണന്റെ പാട്ട് തന്നെ പാടിക്കൊണ്ട് നടക്കരുത്. ഇത് ഞങ്ങളുടെ അടുക്ക ചെലവാകില്ല. ഈ മണിപ്പൂരും പറഞ്ഞ് ഈ പാട്ടും പാടിക്കൊണ്ട് ഇനി വരരുതേ, നിങ്ങൾ നാണം കെടും. ഞാൻ കഴിഞ്ഞ ദിവസവും താങ്കളോട് പറഞ്ഞു, വീണ്ടും ഈ പാട്ട് ആവർത്തിക്കരുത്. പിന്നെ മോഡി ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കുന്നത് അതിനർത്ഥം എന്താ പറയുക, ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ഇന്ത്യയിലെ മതമേലക്ഷന്മാരെ വെറുക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ മറ്റൊന്നു കൂടി മനസ്സിലാക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റായി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അവരവരുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അഡ്വക്കേറ്റായ താങ്കൾക്ക് അത് നന്നായി അറിയാം. അഡ്വക്കേറ്റായ താങ്കൾക്ക് പറയാൻ കഴിയുമോ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ പോലെ ഒരു ഹിന്ദുരാഷ്ട്രം എന്ന കാലങ്ങളായി അറിയപ്പെടുന്ന ആ ഒരു ഹൈന്ദവ പാരമ്പര്യം അവകാശപ്പെടുന്ന ഭാരതത്തിൽ നമുക്കറിയാമല്ലോ, നമ്മളിതിനെ മറച്ചു വെക്കുന്നത്. ക്രിസ്ത്യൻ മതത്തിന് 2000 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. ഇസ്ലാമിന് 1500-ൻ്റെയാണ്. ജൂതന് 3000-ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതം ഹിന്ദു തന്നെ. തെളിയിക്കപ്പെട്ട നമ്മുടെ മുന്നിലുള്ള തെളിവുകൾ പ്രകാരം നമ്മൾക്ക് വിശ്വാസയോഗ്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വാസ്തവം നിലനിൽക്കെ ഭാരതത്തിൽ 3 സംസ്ഥാനങ്ങളിൽ 80%, 85% ക്രിസ്ത്യാനികളാക്കിക്കൊണ്ട് 3 സംസ്ഥാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമായി കഴിഞ്ഞു. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തന്ന അവകാശം മതത്തെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ഭൂരിപക്ഷ ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാകാവുന്ന ഒരു പദം ഞാൻ പറയാം, കോൺഫ്ലിക്റ്റ്, ഒരു ഫ്രിക്ഷൻ അതുണ്ടാവണ്ടേ? എവറി ആക്ഷൻ. അപ്പൊ അത് ഒരു റിയാക്ഷൻ ഉണ്ടാവണ്ടേ? അതേ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ കൂട്ടിക്കൂട്ടി എത്ര പറഞ്ഞാലും ഇത്തരം യാഥാർത്ഥ്യങ്ങളെ ദേശാഭിമാനി എത്ര അച്ചു നിരത്തി കളവ് പറയാൻ ശ്രമിച്ചാലും ഞങ്ങൾക്കത് ബോധ്യമാവുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കളവാണ്, ഞങ്ങളെ തെറ്റിക്കാനാണെന്ന്. പിന്നെ ശ്രീ പ്രിന്റോ അവിടെ ഇരുന്ന് സജി ചെറിയാൻ പറഞ്ഞ രോമാഞ്ച പ്രസ്താവനയെ ഒന്ന് തിരുത്താൻ നോക്കി. പെട്ടെന്ന് തന്നെ ആസ്കർ അത് പറയുകയും ചെയ്തു. സജി ചെറിയാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, പറഞ്ഞ വാക്കുകളൊക്കെ തെറ്റായിപ്പോയി. എന്നാൽ നികൃഷ്ടജീവി പ്രയോഗത്തെ എതിർക്കാൻ അസ്കർ തയ്യാറായില്ല. കാരണം അത് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഞാൻ തുറന്നു പറയാം, ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ബോധ്യമുള്ളൊരു കാര്യം, തെറ്റോ ശരിയോ ഒക്കെ വേറെ കാര്യം, അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്താൽ മരണം വരെ അതിൽ നിന്ന് പിന്മാറുന്നയാളല്ല. അദ്ദേഹം തിരുത്തത്തുമില്ല. ആ നിലപാട് അങ്ങനെ നിൽക്കെ ശ്രീ ഹസ്കറിനോട് പിണറായി വിജയനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിലപാടല്ലേ ശ്രീ പിന്റോ? ഒരു സ്ട്രീറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ചീട്ട് കീറിപ്പോവും. അദ്ദേഹത്തിനെ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒരിക്കലും നിർബന്ധിക്കരുത്. ഇനി മറ്റൊന്നും കൂടി പറഞ്ഞോട്ടെ നമ്പ്യാർജി, എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ BJP-യിലേക്ക് അടുക്കണം? അതിനകത്ത് നമ്മളൊക്കെ പറയുന്ന ഈ ക്രൈസ്തവ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല. ഞാൻ പച്ചയ്ക്ക് പറയാം, എൻ്റെ അപ്പൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയതായ കേരളത്തിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. നമ്പ്യാർജി, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയതാ. എന്നാൽ നമ്പ്യാർജി ഇതേ അരൂരിൽ നിന്ന് ഈ കൊച്ചിയുടെ ആലപ്പുഴ സ്റ്റാർട്ട് ചെയ്യുന്ന അരൂര് മുതൽ തുറവൂര് വരെ NH-66-ന്റെ ഭാഗമായിട്ട് എലിവേറ്റഡ് ഹൈവേ നടക്കുന്നുണ്ട്. തുടങ്ങിയിട്ട് മാസങ്ങളെ ആയുള്ളൂ. ഒന്ന് പോയി കണ്ടോളാൻ പറ അഡ്വക്കേറ്റ് ഹസ്കറിനോട്. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ, ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ വ്യക്തമായി കാണണം, പഠിക്കണം. എന്താണ് വികസനം, എങ്ങനെ വികസനം, എവിടെ വികസനം? 2014 മുതൽ ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? എന്തുകൊണ്ട് സമൂഹങ്ങൾ ഇന്ത്യയിലാകമാനം വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മോദിയെ വിശ്വസിക്കുന്നുവെന്ന് കണ്ണിന് മുന്നിലുള്ള തെളിവാണ് അരൂർ മുതൽ തുറവൂർ വരെയുള്ള എലിവേറ്റഡ് ഹൈവേ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.